എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PV's പവലിയൻ. അപ്പോൾ ലാസ്റ്റ് T20 മാച്ച് അഗൈൻസ്റ്റ് ഓസ്ട്രേലിയ ഇന്നായിരുന്നു, നവംബർ 8, 2025. സോ മാച്ച് നടന്നത്, അതായത് നടക്കേണ്ടിയിരുന്നത് ബ്രിസ്ബെയിനിലുള്ള ഗാബ സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ ടോസ് അധികം ജയിക്കുന്നത് ഓപ്പണൻസാണ്. ഇന്ത്യ ടോസ് അപൂർവമായിട്ടേ ജയിക്കുന്നുള്ളൂ. അതൊരു നഗ്ന സത്യമാണ് അല്ലേ. ഇത്തവണയും ഓസ്ട്രേലിയ ടോസ് ജയിച്ച് ഇന്ത്യയെ ബാറ്റിങ്ങിനായിട്ട് പറഞ്ഞയച്ചു. ഞങ്ങൾ ബൗൾ ചെയ്യുകയാണ്, നിങ്ങൾ ബാറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഇന്ത്യ ബാറ്റിങ്ങിന് വിട്ടു. ഓക്കെ, ഫൈൻ. ഇന്ത്യ ഇന്നൊരു ചേഞ്ച് ഉണ്ടായിരുന്നു. തിലക് വർമ്മ കളിക്കുന്നില്ലായിരുന്നു, റിങ്കു സിംഗിന് അവസരം കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്പണേഴ്സ് ശുഭ്മാൻ ഗിൽ, വൈസ് ക്യാപ്റ്റൻ, ആൻഡ് മിസ്റ്റർ അഭിഷേക് ശർമ്മ, ദി ചാമിങ് അഭിഷേക് ശർമ്മ, ഇവർ രണ്ടുപേരും കൂടി ഓപ്പൺ ചെയ്യാൻ പോയി. 2 ജീവൻദാൻ മിൽകിയ അഭിഷേക് ശർമ്മക്കോ, അതായത് 2 തവണ ലൈഫ് കിട്ടി. 2 ക്യാച്ച് അഭിഷേക് ശർമ്മയുടെ ഡ്രോപ്പായി. ഒരു റെയർ സീസണാണ് ഫ്രം ഓസ്ട്രേലിയൻ പ്ലെയേഴ്സ് അങ്ങനെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യാറില്ല. അവർക്ക് എന്ത് പറ്റിയെന്നറിയില്ല. എനിവേ, പക്ഷേ മറ്റേ അറ്റത്ത് ശുഭ്മാൻ ഗിൽ വളരെ നന്നായിട്ട് ഇന്ന് ബാറ്റ് ചെയ്തു. ഒരു ഓവറിൽ 4 4 അടിച്ചത്. സൂപ്പറായിട്ട് ബോൾ ചെയ്തു. അപ്പോഴാണ് ഭയങ്കര ലൈറ്റ്നിങ്ങും മഴയും ആയിട്ട് കളി നിർത്തേണ്ടി വരുന്നത്. ആ സമയത്ത് ഇന്ത്യ 5ാമത്തെ ഓവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 52 ഫോർ നോ ലോസ്, 52 റൺസ് എടുത്തിരുന്നു. ഒരു ഓവറും കൂടി കഴിഞ്ഞാൽ, അതായത് 6 ഓവർ കഴിഞ്ഞാൽ പവർ പ്ലേ ആവുമായിരുന്നു. പവർ പ്ലേയിൽ നല്ലൊരു സ്കോർ പടുത്തുയർത്ത ഒരു 70 റണ്ണ് ഉദ്ദേശിച്ചിട്ടാണ് ഇവർ കളിച്ചിരുന്നത്. എനിവേ, മഴ പെയ്തു, ലൈറ്റ്നിങ്. ഓസ്ട്രേലിയയിൽ ലൈറ്റ്നിങ് ആയിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ഷെൽട്ടർ കാണണമെന്നാണ് പറയുക. ഏതെങ്കിലും ഷെൽട്ടറിലേക്ക് നമ്മൾ മാറണം. അപ്പോൾ ലൈറ്റ്നിങ് വന്നപ്പോൾ തന്നെ കാണികളെയൊക്കെ ഒഴിവാക്കാൻ തുടങ്ങി സ്റ്റേഡിയത്തിൽ നിന്ന്. എന്നിട്ട് വേറൊരു സ്ഥലത്തുണ്ട്, അവിടെ പോകാൻ നിൽക്കാനൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെ, അതായത് പിന്നെ മഴ ശക്തമായി. പിന്നെ ഒരു അവസരം കിട്ടിയില്ല കളിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോ റിസൾട്ടായി. അപ്പോൾ കളിയിൽ ആരും ജയിച്ചില്ല, ആരും തോറ്റില്ല. നല്ല ചാൻസ് ആയിരുന്നു ഇന്ത്യക്ക്. എനിവേ, അപ്പോൾ കളി റദ്ദായി. അപ്പോൾ 5 മാച്ചുള്ള T20 പരമ്പര 2 മാച്ചുകളിങ്ങനെ റെയിൻസ് കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. 3 കളിയാണ് ആകെ നടന്നത്. അതിൽ 2 നമ്മൾ ജയിച്ച് 2-1 എന്ന നിലയിൽ പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഉണ്ടായത്. ഇന്ത്യ T20 പരമ്പര നേടുമെന്ന് നമ്മൾ പ്രവചിച്ചിരുന്നു നേരത്തെ. ഏതായാലും നല്ല ഇന്ത്യക്ക് പരമ്പര നേടാനായത്, അതും ഓസ്ട്രേലിയയിലൊക്കെ പോയിട്ട് ഓസ്ട്രേലിയ തോൽപ്പിച്ച് വരിക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല, വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഇനിയിപ്പോൾ മാച്ച് നടക്കാതിരുന്നുകൊണ്ട് പിന്നെ കൂടുതൽ അതിൻ്റെ വിശ്ലേഷണം ചെയ്യുന്നതിൽ കാര്യമൊന്നുമില്ല. ഓക്കെ, ദർ ഈസ് നോ നീഡ് ഓഫ് ഫർദർ അനാലിസിസ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ മാച്ച്. സോ വി വൺ ദി സീരീസ് 2-1. ഓക്കെ, അപ്പോൾ അടുത്ത ടൂറ് സൗത്ത് ആഫ്രിക്ക വന്നു കഴിഞ്ഞിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കൻ ടീമുമായിട്ടുള്ള കളിയാണ്. അപ്പോൾ ആ സൗത്ത് ആഫ്രിക്കയായിട്ട് വിവിധ സ്റ്റേഡിയങ്ങളിലായിട്ട് മാച്ചുകൾ നടക്കും. 2 ടെസ്റ്റ് മാച്ചുണ്ട്. ആദ്യം തന്നെ 2 ടെസ്റ്റ് മാച്ചാണ്. ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ ആയിരിക്കും. ഓക്കെ, അതായത് നവംബർ 14 മുതൽ 18 വരെയും പിന്നെ നവംബർ 22 മുതൽ 26 വരും. ടെസ്റ്റ് മാച്ച് 5 ഡേയ്സ് ആണല്ലോ. അപ്പോൾ അങ്ങനെ 10 ദിവസം, 14 മുതൽ 18, 22 മുതൽ 26, 2 ടെസ്റ്റ് മാച്ച്. അതിനുശേഷം 3 വൺ ഡേ ഇൻ്റർനാഷണൽസ്. നവംബർ 30 ഒരു മാച്ചുണ്ട്. പിന്നെ ഡിസംബറിലാണ്, ഡിസംബർ 3, ഡിസംബർ 6. അങ്ങനെ നവംബർ 30, ഡിസംബർ 3, ഡിസംബർ 6, 3 ദിവസങ്ങളിൽ 3 ഏകദിന മത്സരങ്ങൾ ഉണ്ടായിരിക്കും. അതിനുശേഷം എഗെയിൻ ഒരു 5 മാച്ച് T20 സീരീസാണ്. അപ്പോൾ ടെസ്റ്റ് മാച്ചുകളിലും ODIയിലും ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റനായിരിക്കും. എന്നാൽ T20യിൽ
നമ്മുടെ സ്കൈ, അതായത് സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായിരിക്കും. അത് വന്നിട്ട് ഡിസംബർ 9, ഡിസംബർ 11, ഡിസംബർ 14, ഡിസംബർ 17 ആൻഡ് ഡിസംബർ 19 വരെയാണ് 5 ദിവസം 5 T20 മാച്ചസ്. അപ്പോൾ അതൊക്കെയാണ് അടുത്ത വിശേഷങ്ങൾ. അതുപോലെ തന്നെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ബൈ.